വാഴക്കാട് പഞ്ചായത്തിലെ പണിക്കരപ്രായ കോലോത്തുംകടവ് ഭാഗത്ത് ശല്യമായിരുന്ന ആഫ്രിക്കൻ ഒച്ചിനെ നശിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സംയുക്ത പരിശ്രമം. 20% മാത്രമേ കണ്ടെത്താനായിട്ടുള്ളൂവെന്നും സർക്കാർ അടിയന്തര സഹായം വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. വാഴക്കാട് പഞ്ചായത്തിലാണ് ആഫ്രിക്കൻ ഒച്ച് പെരുകുന്നത്. ഇത് വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും വീടിനുള്ളിൽ ഇഴഞ്ഞെത്തി ഭക്ഷണത്തിൽ കലരുമോ എന്ന ആശങ്കയിലുമായിരുന്നു നാട്ടുകാർ. വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ആരിഫയുടെ വീട്ടിലടക്കം ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യമാണ്. തുടർന്ന് വാഴക്കാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ്, ഹരിത കർമ്മസേന, നാട്ടുകാർ, NREGS തൊഴിലാളികൾ ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടെത്തി ഉപ്പിട്ട് നശിപ്പിക്കുന്നത്. ഈ ഒച്ചിൻ്റെ ശല്യം ഭയങ്കര രൂക്ഷമായി. കഴിഞ്ഞ പ്രാവശ്യം മീഡിയ വന്ന് ഇത് വാർത്താക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പും കൃഷി വകുപ്പും ഹരിത കർമ്മസേന അംഗങ്ങളും നമ്മളിവിടുത്തെ പ്രദേശവാസികളും തൊഴിലുറപ്പ് തൊഴിലാളികളും ഒക്കെ കൂടിയിട്ട് ഇതിനൊരു ഒന്നായിട്ട് ഒരുമിച്ച് കളക്ട് ചെയ്ത് നശിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുത്ത് ചെയ്യുകയാണ് നമ്മൾ. ഈ ബുദ്ധിമുട്ട് ഇപ്പോൾ ഇത് ഏകദേശം ഞങ്ങളിന്ന് രാവിലെ ആണുങ്ങളൊരു ക്യാമ്പായിട്ട് ഇറങ്ങി. ഇപ്പോൾ 10 മണിക്ക് ശേഷം പെണ്ണുങ്ങളും ഇറങ്ങി. ഇതിൻ്റെ ഇത് ഇങ്ങനെയൊക്കെ പിടിക്കാൻ 20% ഇത് നശിച്ചിട്ടുള്ളൂ. ബാക്കി 80% ഇനിയും ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കൃഷി ഓഫീസായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ചണച്ചാക്കിൽ ശർക്കര പാനി ഒഴിച്ച് ഒരു പറമ്പിൻ്റെ 3-4 ഏരിയയിൽ വെച്ചാൽ അതിലേക്ക് ഇത് ആകർഷിക്കും. അതിൻ്റെ ശേഷം എന്തെങ്കിലും കീടനാശിനി ഉപയോഗിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അമിതമുള്ളത് പെറുക്കി ഞങ്ങൾ നാളെ ആ ഒരു ശ്രമത്തിലേക്കാണ് നോക്കുന്നത്. അത് ചണച്ചാക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇതിനെ എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല. ഏതായാലും ഞങ്ങൾ പരീക്ഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ പ്രദേശവാസികൾ. ഇതിനകത്ത് ഇതിനെ നശിപ്പിക്കുന്നതിന് ആഫ്രിക്കൻ ഒച്ചിനെ നശിപ്പിക്കുന്നതിൻ്റെ ഒരു രീതിയാണിത്. സാധാരണ ഇങ്ങനെ കാണുന്ന സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളൊരു സംവിധാനം. അതായത് ആളുകളുടെ പൊതുജനങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് കഴിയുന്നത്ര ശേഖരിച്ച് ഒരുമിച്ച് നശിപ്പിക്കുക എന്നുള്ളൊരു നശീകരണ മാർഗ്ഗമാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ മഴ തുടങ്ങുന്നതിന് മുന്നേ ആയിരുന്നു ഈ പണി ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ ചെയ്താൽ നമുക്ക് ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഈ ഒച്ചിന് നിൽക്കാൻ ഈർപ്പമുള്ള സ്ഥലങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പോൾ അവിടെ എല്ലാ സ്ഥലത്തും മാറി നിൽക്കാം. അപ്പം മഴയില്ലാത്ത നന്നായിട്ട് വെയിലുള്ള സമയത്ത് അവർക്ക് വേനൽക്കാലത്ത് ഭക്ഷണം വളരെ കുറവാണ്. ആ സമയത്താണ് നമ്മൾ ഈ ഭക്ഷണ കെണികൾ വെച്ചുകൊണ്ട് നേരത്തെ കൃഷി ഓഫീസർ പറഞ്ഞ പോലെ ചണച്ചാക്കും മറ്റേ ശർക്കരപ്പാനിയൊക്കെ ഉള്ളത് അതൊരു ഭക്ഷണം അവർക്കുള്ള ഭക്ഷണമായിട്ട് തോന്നി അവർ പല സ്ഥലത്തുനിന്നും ഈർപ്പം അന്വേഷിച്ച് ഇവിടെ എത്തുകയും അത് ഒരു കെണിയായിട്ട് വെച്ചുകൊണ്ട് നമുക്ക് അത് നശിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ ഇതിന് എല്ലാ സ്ഥലത്തും നിൽക്കാനുള്ള വെള്ളത്തിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട്, നനവുള്ളതുകൊണ്ട്, ഈർപ്പുള്ളതുകൊണ്ട് എല്ലാ സ്ഥലത്തും നിൽക്കാം. എന്നാൽ ഇന്ന് വളരെ വലിയൊരു ദൗത്യമാണ് എല്ലാവരും ഈ നാട്ടുകാരും ഹരിത കർമ്മസേനയും ഒക്കെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വാർഡാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിലൂടെ നടത്തിയത്. ഇതൊരു ഏറ്റവും നല്ലൊരു രീതിയാണ്. കുറേയേറെ ഒച്ചിനെ നമുക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞിട്ട്. പക്ഷേ പ്രസിഡന്റ് സൂചിപ്പിച്ച ഇനിയും ഇതൊരു 20% ആയിട്ടുള്ളൂ എന്നേ ഉള്ളൂ. ഈ രീതിയിൽ നമ്മൾ ഒരു തുടർ നടപടികളൊക്കെ ചെയ്ത് പിന്നെ ഈ പറയുന്ന പുകയിലയും തുരിശും കൂടെയുള്ള ഒരു ലായനി ഉപയോഗിച്ചുകൊണ്ട് കുറേയൊക്കെ നമുക്ക് നശിപ്പിക്കാൻ കഴിയും. അങ്ങനെയാണിത്. വിവിധ സ്ഥലങ്ങളിൽ പരാതി നൽകിയിട്ടും ശാസ്ത്രീയമായ സംവിധാനത്തിൽ ഇവയെ നശിപ്പിക്കാനുള്ള ഒരുക്കം ഇതേവരെ നടന്നിട്ടില്ല. തണുത്ത പ്രതലത്തിൽ ഒളിച്ചു നിൽക്കുന്ന ഇവയെ കണ്ടെത്താൻ യാതൊരു മാർഗവുമില്ല. ഒരേ പ്രജനനത്തിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത്. അടിയന്തര സംവിധാനങ്ങൾ ഒരുക്കി നാടിനെ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 10 വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.